കിടക്കണേ. ഇന്ന് എനിക്ക് കുറച്ച് അധികം വർക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് റൂം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാന്ന് കരുതി. എന്റെ തന്നെ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ വർക്കിനിരുന്നു കേട്ടോ. വർക്ക് ചെയ്യുമ്പോൾ പാട്ടൊക്കെ കേട്ട് റിലാക്സ് ആയി ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ വേറെ എവിടേക്കും പോവരുത്. പോയാൽ പിന്നെ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. അത് പിന്നെ ഇരട്ടിപ്പണിയാവില്ലേ. വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊക്കെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ചെയ്യുന്നത് ഒരു റിലാക്സിങ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴൊന്നും കഴിക്കാറില്ല, വല്ലപ്പോഴും മാത്രം. വർക്ക് ഇപ്രാവശ്യം കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ കുറഞ്ഞു വരാണ്. അതിൽ എനിക്കും സങ്കടമുണ്ട്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ഇടാറുണ്ട് കേട്ടോ. അല്ല ഗൈസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സത്യസന്ധമായിട്ട് മാത്രം ഉത്തരം പറയാം. നിങ്ങൾക്ക് എന്റെ വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെടാറുണ്ടോ? കമന്റ് ചെയ്യട്ടോ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഗീവ് അവേയുടെ കാര്യം മറക്കരുത്. ടോപ്പ് കമന്ററെ ഞാൻ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യും. അതുകൊണ്ട് ജെനുവിൻ ആയിട്ട് കമന്റ് ഇട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കണ്ട. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മീനുകൾക്ക് ഫുഡ് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. പാവങ്ങൾ പട്ടിണിയാണെന്നൊന്നും കരുതണ്ട, രാവിലെ തട്ടിയിരിക്കുകയാണ്. ഫുഡ് ഇട്ട് കൊടുക്കാൻ വന്ന് ഞാൻ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടിക്കുന്നായിരുന്നു കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്, ഇഷ്ടം പോലെ ഗപ്പിക്കുട്ടികൾ. ഇനി ഇവന്മാരെ പിടിച്ച് മാറ്റുന്നതാണ് ഗൈസ് ടാസ്ക്. മാറ്റിയില്ലെങ്കിൽ ഇവന്മാരെ ജനിപ്പിച്ചവര് തന്നെ ശാപ്പിട്ട് കളയും. പാവങ്ങള് ദേ നോക്ക് ഗൈസ്, നിമിഷ നേരം കൊണ്ട് ആരോ ഒരെണ്ണത്തിന് വയറ്റിലാക്കിയത്. എന്നാൽ ഈ മീനുകൾ എന്താ ഇങ്ങനെ സ്വന്തം കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നുന്നു? ശരിക്കും ഇവന്മാർക്ക് ഫുഡ് ഇട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ മീനിന്റെ വിശേഷമൊക്കെ നോക്കി തിരിച്ചെത്തിയപ്പോഴേക്കും നല്ല മഴക്കാർ കേട്ടോ. പക്ഷെ നോക്കണ്ട, മഴയൊന്നും പെയ്യില്ല. പെട്ടെന്ന് സ്കിന്ന് വല്ലാതെ ഡ്രൈ ആവുന്ന പോലെ. അപ്പൊ പിന്നെ സ്കിൻ കെയർ ചെയ്തേക്കാന്ന് കരുതി. ജസ്റ്റ് ഒരു സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, ലിപ് ബാം. വീട്ടിലിരിക്കാൻ ഇത് തന്നെ ധാരാളം. അങ്ങനെ സ്കിൻ കെയർ കഴിഞ്ഞപ്പോഴാണ് ഡബിൾ ടേപ്പ് എന്നും പറഞ്ഞ് മാറി വാങ്ങിച്ചത് ഈ നാനോ ടേപ്പ് കാണുന്നത്. പക്ഷേ എന്റെ ഫസ്റ്റ് നാനോ ടേപ്പ് ആയിരുന്നു ഞാൻ മാറി വാങ്ങിച്ചത്. ഇതെന്റെ സെക്കൻഡ് നാനോ ടേപ്പ് ആണ്. ഇത് ഞാൻ പറഞ്ഞു വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നി. ആദ്യം സ്ട്രോ വെച്ച് വീർപ്പിക്കാന്ന് കരുതി, പക്ഷെ അത് 8 നിലയിൽ ഫ്ലോപ്പായി. എക്സ്ട്രാ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ക്യാമറയും കൊണ്ട് പോയില്ല. ടാപ്പിൽ വെള്ളം നിറച്ച് ഇതുപോലത്തെ ഒരു ബോൾ ഉണ്ടാക്കി. നല്ല സ്ക്വിഷി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് പേഴ്സും കൂടി ഇടിച്ചെടുത്തപ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവസാനം ഭംഗി നോക്കി ഞാനൊരു പൊട്ടിക്കരങ്ങ് പൊട്ടിച്ചു ഗൈസ്. എടുക്കുന്നു. ഫിലിപ്പ് ഇതാര് നന്നാക്കും? ഞാൻ തന്നെ നന്നാക്കണം ഗൈസ്. കഴപ്പെന്നല്ലാതെ എന്ത് പറയാനാ. അപ്പൊ ബൈ.